പെൺകുഞ്ഞ. 5:10 ജനനം. അധികം കൈമാറണ്ട കേട്ടോ. മാസം തികയാതെ വയറ്റിന്നെടുത്ത കുഞ്ഞാ. അകത്തേക്ക് കൊണ്ടുപോളൂ. ശരി ഡോക്ടർ, കുഞ്ഞിന് തരും. സൂക്ഷിച്ചു വിട്ടോളൂ. ഡോക്ടർ, അയാൾക്കെങ്ങനുണ്ട്? മഹിക്ക് കർത്താവിന്റെ കൃപ കൊണ്ട് ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ശ്രദ്ധിച്ചായിരുന്നോ, കുഞ്ഞിന്റെ കഴുത്തിലൊരു മറുകുണ്ട്. അത് അന്ന് വിഷ ഉള്ളിൽ ചെന്നതിന്റെ ആയിരിക്കും. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ ഡോക്ടർ? ഒരു കുഴപ്പമില്ല. സത്യം പറഞ്ഞ ഓപ്പറേഷൻ നടത്തുമ്പോ പ്രതീക്ഷ വളരെ കുറവായിരുന്നു. കുഞ്ഞിനെ അമ്മയും ഒരുപോലെ രക്ഷപ്പെടുത്തണമെന്നുണ്ടായിരുന്നെങ്കിലും അത് എത്രത്തോളം നടക്കുമെന്ന് സംശയമായിരുന്നു. കുഞ്ഞിനെ ജീവനോടെ കിട്ടുമെന്ന പ്രതീക്ഷയില്ലാതെയാ എല്ലാം തുടങ്ങിയത്. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന ശക്തമായതുകൊണ്ട് കർത്താവ് നമ്മളുടെ കൂടെ നിന്നതാ. കുറച്ചു നേരത്തേക്ക് ശരിക്കും ഭയന്നു ഡോക്ടർ. ഇപ്പൊ ഭയമൊക്കെ മാറിയല്ലോ. ഇനി എല്ലാവർക്കും ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കൊടുക്ക. അതുപോലെ തന്നെ നിങ്ങളൊക്കെ എന്തെങ്കിലും കഴിക്കൂ. കുറെ നേരമായില്ലേ ഈ നിപ്പ് തുടങ്ങിയിട്ട്. എന്നാ ശരി. അങ്ങനെ കാണാൻ കാത്തിരുന്ന ആളെത്തി. കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ കണ്ണേട്ടനൊരു അച്ഛനായി. ഇനി കൈപിടിക്കേണ്ടത് അഭിനന്ദിക്കേണ്ടതൊക്കെ ആ പോയ ഡോക്ടറെ. ഇന്നത്തെ ദിവസം അവർ ആഹാരം പോലും കഴിച്ചിട്ടില്ല. അതെ, നേരത്തെ ഡോക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴേ അവരുടെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സംശയം തോന്നിയത്. ഇനിയിപ്പോ ഇത് പലരോടും വിളിച്ചു പറയാനുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിക്കട്ടെ, തോമസ് സാറിനെ. ഞാൻ അനന്തോട്ടിനെ ഒന്ന് വിളിച്ചു പറയട്ടെ. സാഗരേട്ടനോടും വിവരം പറയണമ്മ. എല്ലാവരെയും വിളിക്കേ. എല്ലാവരോടും വിവരം പറ മോളെ. ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒരിക്കൽ കൂടി എന്റെ മോള് പ്രാർത്ഥിക്കുന്ന കുടുംബ ദേവതകള് അവൾക്കൊപ്പം നിന്നു.